ഹായ് ഫ്രണ്ട്സ്, ഇത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നില്ല അല്ലെ? ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു പയൽ റീഡിംഗ് ആണ്. 2 പയലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ? ഒരുപാട് ലൈഫിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാത്ത ലൈഫിൽ എല്ലാവരുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് വ്യക്തികൾ, അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തികം, ബിസിനസ് അല്ലെ, കാറ്, നമുക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പലരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ നഷ്ടപ്പെട്ടതൊക്കെ തിരികെ ലഭിക്കാൻ പോകുന്നു ചിലർക്കൊക്കെ. എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോ പലരുടെയും സമയം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, നല്ല നല്ല സമയത്തിലേക്ക് വരുന്നവരുണ്ട്. ചിലവരുടെതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ ഇതുവരെ നല്ല സമയങ്ങളായിരുന്നു, പക്ഷെ ഇപ്പം മോശം സമയമായപ്പോൾ ഓരോരുത്തരുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് നഷ്ടപ്പെട്ടത് ഓരോന്നോരോന്നായിട്ട് അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ? അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ളത്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ നഷ്ടപ്പെട്ടതൊക്കെ തിരികെ വരാൻ പോകുന്ന ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പൈല് കണ്ടിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ പൈലും കൂടി നോക്കുക. അപ്പോ ഒന്നാണ് സെലക്ട് ചെയ്തെങ്കിൽ രണ്ടും കൂടെ കാണുക, രണ്ടാണ് സെലക്ട് ചെയ്തെങ്കിൽ ഒന്നും കൂടെ കാണുക. അപ്പൊ ഫുൾ ആയിട്ടൊന്ന് വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. ഇത് ടൈംലെസ് വീഡിയോ ആണ് കേട്ടോ, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണേണ്ടത് ഒരു ടൈം, ആ ടൈമിലാണ് നിങ്ങൾ ഇത് കാണുക കേട്ടോ. ഒരു വട്ടം കണ്ടതിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും ഒന്നുകൂടെ കാണണം, നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒന്നുകൂടെ ഇത് കാണണം തോന്നുവാണെങ്കിൽ അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കുക. അത് ആ ഒരു ടൈമിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വലുതും വരാൻ പോകുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടാവും നിങ്ങൾക്ക് ഒന്ന് എനർജി തരാൻ വേണ്ടിയിട്ട്, ഒരു പോസിറ്റീവ് മൈൻഡ് തരാൻ ചിലപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണാൻ തോന്നുമായിരിക്കും. കണ്ടു നോക്കുക. അപ്പോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനല് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലിലേക്ക് നിന്ന് ക്ലിക്ക് ചെയ്തേക്കണം, ആ ഓൾ ഒന്ന് ടച്ച് ചെയ്തേക്കണം കേട്ടോ. എങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതായത് ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോ പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ടാരോട്ട് റീഡിങ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം. 2 പൈലാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുകയോ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്നാമത്തെ പൈല് വേണമെങ്കിൽ ഒന്നാമത്തെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ആണെന്ന് വെച്ചാൽ 2 സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പൈലും സെലക്ട് ചെയ്ത് 2 കാണുമെന്ന് തീരുമാനിക്കണം, 2 നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് മെഡിറ്റേഷൻ അറിയാവുന്നവരൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലാത്തവരൊന്ന് പ്രാർത്ഥിച്ചിട്ട് സെലക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പൈല്. ലവേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലവേഴ്സ്, ഇതാണ് ഒന്നാമത്തെ പൈല്. രണ്ടാമത്തെ വീലാണ് രണ്ടാമത്തെ പൈല്. വീൽ, ഈ വീലിങ്ങനെ കറങ്ങി വരും, കാലചക്രം കറങ്ങി വരുന്നതാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ചിലരുടെയൊക്കെ സമയം നല്ലതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ചിലരുടെ മോശമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വീൽ ഇങ്ങനെ കറങ്ങി വരുന്ന അനുസരിച്ചാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലതും ചീത്തയൊക്കെ അങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ഒന്നാമത്തെ പൈലിന്റെ റീഡിംഗ് ആദ്യം നോക്കാം കേട്ടോ. കാർഡുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. Ten of Pentacles, Two of Wands, 7 of Cup, 7 of Waters, 6 of Air, അതായത് 6 of Swords, 4 of Fire. ഇതൊക്കെയാണ് കാർഡ് കാണുന്നത് കേട്ടോ. ഒന്ന് ഓർഡറിലേക്ക് ഞാൻ വെക്കാം. നമ്മുടെ റീഡിങ് വരുന്നതനുസരിച്ച് ഒരു ഓർഡറിൽ ഇരിക്കട്ടെ കാർഡുകൾ കേട്ടോ. ഇപ്പൊ ലവേഴ്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. ഒരു ട്രൂ ലവ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന്, നിങ്ങളൊരു പക്ഷെ നിങ്ങളുടെ ട്രൂ ലവ് നഷ്ടപ്പെട്ട ഒരു വിഷമത്തിലായിരിക്കണം അല്ലെ? ആ ഒരു ട്രൂ ലവ്, നിങ്ങളുടെ ആ ഒരു ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രൂ ലവ്, അതായത് നിങ്ങളുടെ ലവറിനെ, അതായത് നിങ്ങൾ വളരെയധികം നിങ്ങൾ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാവാം,
ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡിനെ തന്നെ ആവാം കേട്ടോ. ഏതെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായ ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം. നിങ്ങൾ പരസ്പരം പിരിഞ്ഞിരിക്കേണ്ടുന്ന സാഹചര്യം ഒരുപക്ഷെ വന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് നല്ല രീതിയിൽ മദ്യപിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ളൊരു വ്യക്തിയാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ടാവാം. അപ്പോ പക്ഷെ നിങ്ങൾ പരസ്പരം വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു, വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതാണ് ലവേഴ്സ് കാർഡ് വന്നത്. നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തിയില്ല, നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻസ് കൊണ്ട് മാറി നിൽക്കേണ്ടതായ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ മദ്യപിക്കുന്ന വ്യക്തിയാണെങ്കിൽ സഹികെട്ട് നിങ്ങളത് മദ്യപാനം മാറാനായിട്ട് എവിടെങ്കിലും കൊണ്ടാക്കിയിരിക്കുകയാകാം, അതിനുവേണ്ടി ചികിത്സിക്കാൻ ആക്കിയിരിക്കുന്നതാവാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുന്നതാവാം, കുട്ടികളൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നതാവാം. അപ്പൊ പക്ഷേ സഹിക്കാൻ വയ്യാത്ത കൊണ്ട് നിങ്ങൾ മാറി നിന്നതാവാം. പക്ഷെ നിങ്ങൾ എന്താ പറയാ, വളരെയധികം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും. അപ്പോ ആ ഒരു നിങ്ങളുടെ ആ ഒരു ട്രൂ ലവ് അത് എന്താണ് കൂടിച്ചേരാൻ പോകുന്നത്, നിങ്ങൾ ഒരുമിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മറ്റുള്ള വ്യക്തികളാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ മൂന്നാമതൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നല്ല ലൈഫിലേക്ക് ഒരു തേർഡ് പാർട്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ ആകാം, വ്യക്തികളാവാം, സാഹചര്യങ്ങളും വ്യക്തികളും ആവാം. അപ്പൊ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ കാണണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി കാണണം. നിങ്ങളുടെ ആ ഒരു ലവിനെ നിങ്ങൾ പിരിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരികയാണ്. ആ ഒരു നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്, നിങ്ങളിലേക്ക് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഒരുപക്ഷെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നിരിക്കും, നല്ല രണ്ട് ഫ്രണ്ട്സ് ആയിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് പിരിഞ്ഞിരിക്കുന്നതായിരുന്നു, പിരിയേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും കാരണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ പിരിഞ്ഞിരിക്കുന്ന രണ്ട് വ്യക്തികൾ, ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് പഴയ സൗഹൃദത്താൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം, അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യും, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വീണ്ടും പഴയ ഒരു സൗഹൃദം പുതുക്കാൻ പോകുന്നു കേട്ടോ, അങ്ങനെ എനിക്ക് കാണുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ലവിനെ നഷ്ടപ്പെട്ടിട്ടെങ്കിൽ ആ ലവ്, റിയൽ ലവ്, ആ ഒരു റിയൽ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ രോഗത്താൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ അസുഖം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരവസ്ഥയായിരുന്നിരിക്കുമെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ റിക്കവർ ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഇൽനെസ് എന്ന അവസ്ഥ ഒരു വെൽനെസ്സിലേക്ക് മാറുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണ്, പൂർണ്ണ ആരോഗ്യം പ്രാപിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറിപ്പോകാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് നല്ല കുറവ് വന്ന് നല്ല ചേഞ്ച് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഞാൻ പഴയ ഒരു എനർജിയിൽ വരും, പഴയ ആരോഗ്യത്തോടെ തിരിച്ചു വരും എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ ഇരിക്കണം കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അസുഖത്തിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് നല്ല ഓക്കെ ആകാൻ, നല്ല രീതിയിൽ നല്ല രീതിയിൽ ഓക്കെ ആകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ പണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ വീടൊക്കെ നിങ്ങൾക്ക് വിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം കേട്ടോ. ഒരുപക്ഷെ നിങ്ങളുടെ വീടൊക്കെ വിൽക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം ചേഞ്ചായി, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നുകൂടെ. 7 of Cups നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോ പുതിയൊരു വീട് വാങ്ങാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആ വിറ്റ വീട്, അതായത് നിങ്ങൾ ആ സെയിലാക്കിയ, നിങ്ങൾ വിറ്റ വീട്, പഴയ ആ വീട് തന്നെ നിങ്ങളുടെ സ്വന്തം വീട്, അത് വിറ്റപ്പോൾ നിങ്ങൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ആയിരിക്കാം അത് വിറ്റത്, അത് തന്നെ തിരിച്ചു വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾ.
അത് നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ട ആ ഒരു വീട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ചിലർക്ക് അങ്ങനെ തന്നെയാവും, അത് തന്നെ തിരിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഒരു പക്ഷെ നിങ്ങളുടെ ആ ഒരു, പലരും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, അത്രയ്ക്ക് നിങ്ങൾ അതിനോട് അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ടാവുക ആ ഒരു, പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അത് വിൽക്കേണ്ടതായിട്ടൊരു അവസ്ഥ വന്നിട്ട്, പക്ഷെ നിങ്ങൾ ആ വീട് നിങ്ങൾ വീണ്ടും സ്വന്തമാക്കിയതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ സ്വന്തമാക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അതുപോലെ വസ്തുവകകളും നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ പൂർവികരുടേതായിട്ടുള്ള സ്വത്തുക്കളൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് പണയപ്പെടുത്തേണ്ടതായിട്ട് വന്ന് ബാങ്കിൽ ജപ്തിയോ അങ്ങനെയൊക്കെ രീതിയിൽ പോയി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കാം. ഒരുപക്ഷെ അതൊക്കെ നിങ്ങൾ വീണ്ടും തിരിച്ച് നിങ്ങളുടേതാക്കി എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ചിലർക്ക് നിങ്ങളുടെ വീടൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങളുടെ വീട് അതിനേക്കാൾ നല്ലൊരു വീട് വെക്കാൻ പോകുന്നു, അല്ലെ അതിനേക്കാൾ നല്ലൊരു വീട് വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് അതിന്റെ സന്തോഷത്തിൻ്റെതായിട്ടുള്ള ആ ഒരു പാല് കാച്ചൽ ചടങ്ങ്, അല്ലെങ്കിൽ വാങ്ങിയതിന്റെ സന്തോഷം, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സെലിബ്രേഷൻ കാണുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെതായിട്ടൊരു വീടിന്റെ എന്താ പറയുക, വീട് പാലുകാച്ചലിന്റെ ഒക്കെ ഒരു സെലിബ്രേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർ നിങ്ങളുടെ ആ ഒരു ലവേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ, അതായത് നിങ്ങളുടെ സ്നേഹത്തിനെ തിരിച്ച് കിട്ടിയതിന്റെ റീയൂണിയൻ ആണ്, ചിലരുടെ റീയൂണിയൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുള്ള വ്യക്തികൾ, പോയതായിട്ട് ഇവിടെ പോയ വ്യക്തികൾ തിരിച്ചു വരുന്നതിന്റെ റീയൂണിയൻ. ചില വ്യക്തികളൊക്കെ ആണെങ്കിലും വിദേശത്തൊക്കെ പോയിട്ടുണ്ടാവും. വിദേശത്തൊക്കെ പോയിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ കുറെ നാളായിട്ട് നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ പറ്റാത്തൊരവസ്ഥ, ഒരുപാട് നാളായിട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, കാരണം സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര പ്രശ്നങ്ങളിലാണ്, കടമൊക്കെ കയറി പോയിട്ടുള്ള, ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കോണ്ടാക്ട് ഫോണിലൂടെ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു അവസ്ഥയൊക്കെ മാറി നിങ്ങൾ നേരിട്ട് കാണാൻ പോകുന്നതിന്റെ ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ട്. അതൊരു കൂടിച്ചേരലിന്റെ ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ട്. ചിലർക്ക് ഒരു പ്രഗ്നൻസി കാണുന്നുണ്ട് കേട്ടോ. പ്രഗ്നൻസി അതിന്റെ പുതിയതായി ഒരുപക്ഷെ ആദ്യമായിട്ട് നിങ്ങൾ മാരേജ് ഒക്കെ കഴിഞ്ഞ വ്യക്തികളുടെ ആദ്യത്തെ കുഞ്ഞാവാം, ഒരു പ്രഗ്നൻസി കാണുന്നുണ്ട്, അതിന്റെ ഒരു ആഘോഷം കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ പുതിയ കുട്ടി ഉണ്ടായതിന്റെ ഒരു സെലിബ്രേഷൻ, അങ്ങനെയൊക്കെ ഒരുപാട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സെലിബ്രേഷൻ, ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് ഒരുപാട് നാളായിട്ട് ഇപ്പൊ വിദേശത്തൊക്കെ ആയിരുന്നിരിക്കും, ഫാമിലിയായിട്ട് കൂടിച്ചേരാൻ പറ്റാത്തതായിരുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് കൂടിച്ചേരാ, അത് ഒരുപക്ഷെ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോയി നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിക്കുന്ന ഒരു സന്തോഷം കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് നാളായിട്ട് ഒരുപക്ഷെ എന്തെങ്കിലും കാര്യത്താൽ കേസിലും കോടതിയിലൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പിരിഞ്ഞിരുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഒന്നിക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് പലർക്കും വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപാട് നാളായിട്ട് ഏതെങ്കിലും കാരണം കൊണ്ട് ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അകന്ന് കഴിഞ്ഞിരുന്നതാവാം. ഒരുപക്ഷെ ഒരാള് വിദേശത്തും ഒരാള് ഇവിടെ നാട്ടിലും കുട്ടികളായിട്ട് നാട്ടിലോ, അല്ലെങ്കിൽ നാട്ടിൽ കുട്ടികളായിട്ട് ഒരാള് വിദേശത്ത് മറ്റൊരാള് നാട്ടില്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾ രണ്ടായിട്ട് കഴിഞ്ഞിരുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇനി കൂടി ചേരില്ല, എന്നേക്കുമായിട്ട് അകന്നു പോകും, അല്ലെങ്കിൽ വേറെ പിരിയും എന്നൊക്കെ പേടിച്ചു അതിലൊരാള് വിഷമിക്കുന്നുണ്ടായിരുന്നായിരിക്കാം, ഇനി കൂടി ചേരില്ല എന്നുള്ള രീതിയിൽ അത്രയും നിങ്ങൾ വഴക്കുണ്ടാക്കി ഭയങ്കര പ്രോബ്ലത്തിലായിരുന്നിരിക്കാം. പക്ഷെ അതൊക്കെ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സമയത്തിൻ്റെതാവാം. ആ ഒരു സമയം കഴിഞ്ഞ് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു നല്ല സമയത്തിലേക്ക് വരുമ്പോൾ, സമയം നല്ലതാവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക കാരണം മാറി, അതായത് കുട്ടികളെ ഓർത്തോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു നല്ല സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു, അല്ലെങ്കിൽ പിരിഞ്ഞിരുന്നപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം തോന്നിയിട്ടുണ്ടാവാം. ഒരുമിച്ച് കഴിയുമ്പോഴാവാം നിങ്ങൾ ഒരുപക്ഷെ വഴക്കുണ്ടാക്കുക. അപ്പോൾ പിരിഞ്ഞിരുന്നപ്പോൾ കുറെ നാൾ അകന്ന് നിന്നപ്പം, അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും അകന്ന് നിൽക്കുന്നത് നന്നായിരിക്കും. മാറി നിൽക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയുമല്ലോ. അങ്ങനെ അകന്ന് നിന്നപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും നിങ്ങൾക്ക് എന്താ പറയാ പഴയ ആ ഒരു വൈരാഗ്യം കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങൾ പഴയ പൂർവാധികം നല്ല സ്നേഹത്താൽ ഒന്നിക്കുന്നതായിട്ട്, കുട്ടികളൊക്കെ ആയിട്ട് ഒന്നിച്ച് പുതിയൊരു ഫാമിലി, അതായത് എല്ലാം സന്തോഷം നിറഞ്ഞൊരു പുതിയ ഫാമിലി ലൈഫ് ഇവിടെ കാണുന്നുണ്ട് പലർക്കും. അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ ഒന്നിക്കാനായിട്ട് മൂന്നാമതായിട്ടുള്ളൊരു അതിനിടയ്ക്ക് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ സാഹചര്യങ്ങളൊക്കെ യൂണിവേഴ്സ് ഒരുക്കി വന്നിട്ടുണ്ടാവാം. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ
നിങ്ങളുടെ ആ ഒരു ഫാമിലി ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാജഡി നടന്നിട്ടുണ്ടാവാം. ആ ഒരു ട്രാജഡി മൂലം നിങ്ങൾക്ക് ഒരു വീണ്ടും കൂടിച്ചേരാൻ പറ്റിയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആർക്കൊക്കെ കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും നഷ്ടപ്പെട്ടത് എന്തായാലും അത് തിരികെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലൊരാൾക്ക് ആർക്കെങ്കിലും ഒരു പക്ഷേ രണ്ടുപേരിൽ ഒരാൾക്കൊരു എന്തെങ്കിലും ഒരു അസുഖം വരികയോ അല്ലെങ്കിൽ ഇപ്പം വീണ്ടും രണ്ടുപേരുടെ കൂടി ചേരേണ്ടതായ ഒരു അവസ്ഥ വരുമോ, അങ്ങനെയൊക്കെ ചിലർക്ക് സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഒരു പക്ഷെ ജോലിയൊന്നും ഇല്ലാതെ ഒരുപാട് നാളെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് നാളായിട്ട് നിങ്ങൾ ജോലിയൊന്നും ഇല്ലാതെ വിഷമിച്ച് കടങ്ങള് എപ്പോഴും എല്ലാവരും വിളിക്കുന്നവരെല്ലാം അപ്പടി കടമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, കടമാണ്, ജോലിയില്ല, ഇങ്ങനെയാണ് എത്രയും ഒരുപാട് നാളായിട്ടും ഇപ്പൊ കിട്ടും അല്ലെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട് എല്ലാം വരിക ഒന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ പക്ഷെ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് വരും. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് എന്താ പറയുക നല്ല നല്ല കാര്യങ്ങൾ വരും. നിങ്ങൾ പക്ഷെ വെറുതെ ഇരുന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരില്ല. നിങ്ങൾ ട്രൈ ചെയ്യണം. നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യും. കാരണം നമ്മൾ കിട്ടിയേ പറ്റൂ, എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ, അല്ലെ എന്റെ കയ്യിലേക്ക് സാമ്പത്തികം വന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എവിടെന്നെങ്കിലും ഒക്കെ കണ്ടെത്തും അല്ലെ. വേറെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് വന്നില്ലെങ്കിൽ എന്തെങ്കിലും അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യും. വെറുതെ ഇരിക്കാതെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. എടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നായിരിക്കാം, അതൊരു ചെറിയ സാലറിയിലായിരിക്കാം, കഷ്ടപ്പാടുള്ള ജോലിയായിരിക്കാം, അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട. അതിലൂടെ നമുക്ക് നമ്മളെ ടൈം ചേഞ്ച് ആവുന്ന അനുസരിച്ച് നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും, നല്ല നല്ല ജോലികൾ നമുക്ക് ലഭിക്കും. അതിലൂടെ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾക്ക് ഒരുപാട് നമ്മൾ പറയണം ഒരുപാട് കടങ്ങളുണ്ടെങ്കിൽ ഈ കടങ്ങളൊക്കെ എങ്ങനെ വീട്ടുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കും. എന്നാണ് എന്റെ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റുമെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ കടങ്ങളൊക്കെ വന്നെങ്കിൽ ആ കടങ്ങൾ വീട്ടണം നമുക്ക് നല്ലൊരു ജോലിയൊക്കെ ലഭിക്കണം അല്ലെ. അപ്പൊ നല്ല ജോലിയൊക്കെ ലഭിക്കണം. അപ്പൊ ആദ്യം നമുക്ക് നല്ല ജോലി ഇല്ലെങ്കിൽ നമ്മള് കിട്ടുന്ന ജോലി കൊണ്ട് തൃപ്തിയാവും, അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് അത്രയായില്ല, ഒന്നും ഇല്ലാതിരിക്കുന്നതിൽ വരാം. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടൈം നമുക്ക് നല്ലതാവുമ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക, എനിക്ക് കുറച്ചുകൂടെ നല്ല ജോലി ലഭിക്കും എന്ന് അതിനായിട്ട് ട്രൈ ചെയ്യുക. അപ്പൊ കുറച്ചുകൂടെ നല്ലൊരു ജോലി ലഭിക്കും, കുറച്ചുകൂടെ സാലറി, അങ്ങനെ നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ട്രൈ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നല്ല വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് കുറേശ്ശെ നമ്മുടെ കടം വീട്ടാൻ പറ്റും. അല്ലാതെ നമുക്കിപ്പോ കടം വീട്ടാൻ ഭാഗ്യം എന്നും ഒരു സംഭവം നമുക്ക് വരികയാണെങ്കിൽ ലോട്ടറി അടിക്കാൻ ഭാഗ്യമുള്ളവർക്കൊക്കെ ലോട്ടറി അടിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ഇനി എന്റെ കടങ്ങൾ വീട്ടാൻ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ എപ്പോഴും ലോട്ടറി എടുത്ത് നമ്മൾ ഇങ്ങനെ പൈസ ആ രീതിയിൽ കൂടെ കുറച്ച് ക്യാഷ് കളയാതിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. നമ്മുടെ സമയം നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ലോട്ടറി എടുക്കുക. അല്ലാതെ ചുമ്മാ ഡെയിലി കുറെ രൂപ ലോട്ടറി എടുത്ത് അങ്ങനെയുള്ളവരൊക്കെ വിളിക്കാറുണ്ട്. വെറുതെ കുറെ ലോട്ടറി എടുത്ത് എനിക്ക് അടിക്കും വെച്ച് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കിട്ടുന്നതിനകത്ത് നിന്ന് അങ്ങനെയും കുറെ പൈസ വെറുതെ പോവുകയാണ് നമ്മുടെ. അപ്പം നമ്മുടെ ഒരു സമയം മോശമാണെങ്കിൽ നമ്മൾ എത്ര പൂജകളായാലും വഴിപാടുകളായാലും എന്ത് കഴിച്ചിട്ടും ഒരു കാര്യമില്ല. അപ്പൊ നല്ലൊരു സമയത്തിലായിരുന്നു നമ്മളെങ്കിൽ നമ്മുടെ ആ ഒരു സമയം കഴിയുമ്പോൾ ഒരു മോശ സമയം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് പൊക്കോണ്ടിരുന്ന് പെട്ടെന്നൊരു സമയം ഒരു മോശമായിട്ടെല്ലാം അങ്ങനെ വന്നെന്ന് വിചാരിച്ച് നമുക്ക് പിന്നെ കുറെ കാലം നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അത് എന്റെ അനുഭവത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു മോശ സമയം മാറാൻ പൂജകളും വഴിപാടുകളും ഇങ്ങനെയുള്ള ഭയങ്കര കാര്യങ്ങളെല്ലാം പൈസ മുടക്കി ചെയ്യുകയാണ്, വലിയ എമൗണ്ടുകൾ മുടക്കി. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല. നമ്മൾ നല്ല കാലം കുറച്ച് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോശം കാലമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഉള്ള കാശും കൂടെ കൊണ്ടുപോയി കളഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ ആ ഒരു വരുന്നതിനെ നമ്മൾ പ്രാർത്ഥനയോട് അഭിമുഖീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ ഒരു സമയം കഴിയുന്നിടം വരെ നമ്മളത് എന്താ പറയാ, അത് നമ്മുടെ ലൈഫിലൂടെ വന്നു പോകും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എവിടെ പോയിട്ട് എന്ത് പൂജകളിലും വഴിപാടുകളൊന്നും കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ഞാൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു വിശ്വാസമാണ് ഏതെങ്കിലും അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതിനെന്തെങ്കിലും മാറ്റം വരുമെന്ന്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പറയാറില്ലേ, നമ്മൾ കണ്ടകശനി അങ്ങനെയൊക്കെ, അതൊക്കെ എത്രയോ വർഷങ്ങളുണ്ട്. അത്രയും വർഷങ്ങൾ നമ്മളത് ആ ഒരു അവസ്ഥയിലൂടെ പോയേ പറ്റൂ. അപ്പൊ അതിന്റെ ആ ദോഷത്തിന്റെ തീവ്രത അനുസരിച്ചിട്ട് നമ്മൾ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിക്കണം. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് വളരെയധികം അടുത്ത് പ്രാർത്ഥനയും കാര്യങ്ങളും, മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് വളരെ എന്താ പറയാ നല്ല രീതിയിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുക. അപ്പൊ ഇതിനൊക്കെ ഒരു ആ ഒരു വലിയ രീതിയിൽ വരേണ്ടതൊക്കെ ചെറിയ രീതിയിൽ വന്നു പോകും.
അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മള് അത് അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് കുറച്ചുനാൾ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുക, അത്രയേ ഉള്ളൂ. അത് വേറെ ഏതെങ്കിലും വഴിയിലൂടെ വീണ്ടും കുറെ പണം കൊണ്ട് കളയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ ഒരു സമയം കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഒരു അത് അനുഭവിച്ചവർക്കറിയാം. അത് കുറെ കാലം ഉണ്ടാവും, കുറച്ചു കാലം ഉണ്ടാവും. കുറച്ചു കാലം നമ്മൾ നല്ല കാലം എത്രത്തോളം എത്ര വർഷങ്ങൾ കുറെ നാൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കാലം നമുക്കൊരു മോശം കാലം ഉണ്ടാവും. അപ്പൊ നല്ലത് വരുമ്പോഴത്തേക്കിനും എനിക്ക് അയ്യോ അങ്ങനെ വന്നു നല്ലൊരു സന്തോഷം, പക്ഷെ വീണ്ടും ഉടനെ മോശം വരുമ്പോഴത്തേക്കിനും അയ്യോ ഇങ്ങനെ വന്നു എന്നല്ല, രണ്ടും കൂടെ ചേർന്നാണ് ലൈഫ്. നല്ലതും ചീത്തയും വരും എന്ന് നമ്മൾ വിചാരിച്ചാൽ മാത്രം മതി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു കാലത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതെല്ലാം തിരികെ ലഭിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. നഷ്ടപ്പെടാനുള്ളതാണെങ്കിൽ നഷ്ടപ്പെടും, ലഭിക്കാനുള്ളതാണ് ലഭിക്കും എന്നാ. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ഒരുപാട് പ്രോബ്ലത്തിലൂടെ ലൈഫ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് സഹിക്കാൻ വയ്യാത്ത ഒരുപാട് അപമാനങ്ങളും വേദനകളും കഷ്ടതകളും നിങ്ങൾ എത്രത്തോളം കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ലൈഫിലേക്ക് വരുന്ന സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും അത്രത്തോളം വലുതായിരിക്കും എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ ഒരുപാട് കാഠിന്യമേറിയ സങ്കടങ്ങളിലൂടെ ദുഃഖത്തിലൂടെ ഒക്കെ പോയി കഴിയുമ്പോൾ പിന്നൊരു നല്ല ആ ഒരു സമയത്തിൽ എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചത് നന്നായി എന്ന് വിചാരിക്കും, അല്ലെ? അതങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോ ഇങ്ങനെ എത്താൻ കഴിഞ്ഞത്, അല്ലെ? ചില വ്യക്തികളോടൊക്കെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമ്മളോട് വല്ലാത്ത രീതിയിൽ മോശമായിട്ടൊക്കെ അവർ ചില സാഹചര്യങ്ങളിലൊക്കെ പെരുമാറിയതൊക്കെ നമുക്ക് ആ ടൈമിൽ ഭയങ്കര വിഷമം തോന്നും. പക്ഷെ പിന്നീട് നമ്മൾ ആ ഒരു വ്യക്തി അങ്ങനെ പെരുമാറിയതുകൊണ്ട്, അല്ല ആ ഒരു സാഹചര്യം അങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതന്ന് അങ്ങനെ സംഭവിച്ചത് നന്നായി, അവരെന്ന് അങ്ങനെ പറഞ്ഞത് നന്നായി, അതുകൊണ്ടല്ലേ എനിക്കിപ്പോ ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റിയത്, അല്ലെ ഈ ഒരു പൊസിഷനിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയത്, എന്റെ ലൈഫ് എനിക്ക് ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ട് എന്താ പറ്റിയതെന്നൊക്കെ നമുക്ക് തോന്നും. നമ്മൾക്ക് ഏതൊരു വ്യക്തികളും സാഹചര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് നമ്മളെ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി യൂണിവേഴ്സായിട്ട് കൊണ്ടുവരുന്നതാണ്. ഏതൊരു വ്യക്തിയായാലും സാഹചര്യങ്ങളായാലും നമ്മളെ എന്നോ ചേഞ്ച് ആക്കാൻ, അല്ലെങ്കിൽ ചിലർ വരുന്നത് നമ്മളുടെ കഴിവിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചിലവർ വരുന്നത്, ചില വ്യക്തികൾ. അതൊക്കെ നമ്മൾക്ക് പിന്നീട് ബോധ്യപ്പെടും, ആദ്യമൊന്നും നമുക്കത് ബോധ്യപ്പെടില്ല. എല്ലാവരുടെ ഭയങ്കര ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നും എന്ന് വെച്ചിട്ട് എല്ലാവരും ആണെന്നല്ല, ചില സാഹചര്യങ്ങളുടെയാണ്. ഇപ്പൊ എല്ലാം ആണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം നമുക്ക് റെസിനേറ്റ് ആവുന്നില്ല. എങ്കിലും നമ്മൾക്ക് നമ്മുടെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ടേക്ക് പോവാനും വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് നമ്മൾ വിളിക്കുന്ന, നമ്മളൊരു ദൈവത്തെ നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഒരു ദൈവമുണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കും, വ്യക്തികളെയും ഒരുക്കും. അത് നമ്മൾക്ക് നല്ലതിനായിരുന്നു എന്ന് ചിലപ്പോ നമുക്കത് നല്ലതാണോ ആയിരുന്നു എന്ന് പിന്നീട് തോന്നും. ആ സാഹചര്യം അങ്ങനെ വന്നതുകൊണ്ടാണ് എനിക്കിപ്പോ ഇങ്ങനെ ഈ ഒരു അവസ്ഥ കിട്ടിയത്, ഒരു നല്ല ഒരു സിറ്റുവേഷൻ വന്നതെന്ന് നമുക്ക് തോന്നും. അപ്പൊ എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഏതൊരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് വരുന്നതിനും ഒരു കാരണമുണ്ട്. ഏതൊരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വരുന്നതിനും ഒരു കാരണമുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ചില വ്യക്തികൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് നമ്മളെ ലൈഫ് ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അത് അവരുടെ നിയോഗം അതാവും, അത് കഴിഞ്ഞിട്ട് അവർ പോകും. ചിലർ നമുക്ക് പല രീതിയിൽ സഹായമായിട്ട് വരും. നമുക്ക് ചില സന്ദർഭങ്ങളിൽ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ദൈവത്തിന് നമ്മുടെ മുൻപിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ നേരിട്ട് സഹായം. അതിന് ദൈവത്തിന്റെ രൂപത്തിൽ ഓരോ മനുഷ്യരെ ദൈവം നമ്മുടെ അടുത്തേക്ക് അയക്കും, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു പോകും. ഇത് എല്ലാവരുടെയും ലൈഫിലുണ്ട്. ദൈവത്തിന്റെ രൂപത്തിൽ, അത് ദൈവത്തിന് നമ്മൾ എന്താ പറയാ നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് പല പല മനുഷ്യർ വരും, പല പല വ്യക്തികൾ വരും, പല പല സാഹചര്യങ്ങൾ വരും, അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയച്ചാൽ മതി. അപ്പൊ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ലവ് തിരിച്ചു കിട്ടാൻ പോകുന്നു, നിങ്ങളുടെ വീട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സാമ്പത്തിക, ഇവിടെ 10 of Pentacles വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ സാമ്പത്തികത്തിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്താൻ പോകുന്നതായിട്ട് കാണുന്നത്. അതായത് നിങ്ങൾക്ക് നല്ല ജോലി ലഭിച്ചു, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും നല്ല ജോലികളൊക്കെ ലഭിക്കാൻ പോകുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത വരുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. കിട്ടുന്നില്ല, നല്ല പോസിറ്റീവ് കാർഡായിട്ട് എനിക്കിവിടെ കാണുന്നത്. പിന്നെ ഇവിടെ വിദേശ യാത്ര കാണുന്നുണ്ട്. വിദേശത്തേക്ക് നിങ്ങൾക്ക് യാത്ര കാണുന്നുണ്ട്. പഠിക്കാനാവാം, ജോലിക്കൊക്കെ ആയിട്ടാവാം, നിങ്ങൾക്ക് വിദേശ യാത്രയുണ്ട്. അതോടെ ഒരുപക്ഷെ അങ്ങനെ നിങ്ങൾക്ക് വിദേശത്ത് പോയി ആയിരിക്കാം ഒരുപക്ഷെ ഈ 10 of Pentacles എനർജി ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നിരിക്കാം.
നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോകാന്നുള്ളതൊക്കെ ഒരു സ്വപ്നമായിരിക്കാം. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സാമ്പത്തിക ഭദ്രത, ഒരുപാട് എല്ലാം നിറഞ്ഞൊരു സന്തോഷകരമായ ഒരു ലൈഫ്, സാമ്പത്തികവും വീടും കാറും കുട്ടികളും സ്നേഹം നിറഞ്ഞ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ടൊരു സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് എനിക്ക് കൂടെ കാണുന്നുണ്ട് പലർക്കും. ഒരുപക്ഷെ വിദേശത്താവാം ചിലർക്ക്, വിദേശത്ത് സ്വന്തമായ ഒരു വീടൊക്കെ വെച്ച് സന്തോഷകരമായ ഒരു ലൈഫ് പലർക്കും കാണുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു കാർഡിന്റെ റീഡിങ്, ഫസ്റ്റ് പൈലിന്റെ റീഡിങ്ങിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ലൈഫിലേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ആ നഷ്ടപ്പെട്ടതിനെയൊക്കെ തിരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുക. നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് കൊണ്ടുവരണമെന്നോ യൂണിവേഴ്സിനോട് നിങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ആവശ്യപ്പെടുക, അത് കിട്ടുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പൊ ഇതാണ് ഫസ്റ്റ് പൈലിന്റെ റീഡിങ്. സെക്കൻഡ് പൈലിന്റെ റീഡിംഗ് ആണ് ഇനി അടുത്തത്. ദ വീലാണ് സെക്കൻഡ് പൈല്. ദ വീല്, ഹൈ പ്രീസ്റ്റസ്, ക്യൂൻ ഓഫ് പെന്റിക്കിൾസ്, ജസ്റ്റിസ്, വേൾഡ്, ഫോർ ഓഫ് കപ്പ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ലൈഫിലൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവാം. നിങ്ങളുടെ ലൈഫിന്റെ ഒരു കർമ്മയായിരിക്കും ഇതുവരെ നിങ്ങൾ അനുഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ചിലരൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വ്യക്തിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഫോർ ഓഫ് കപ്പ്, വ്യക്തിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. എന്താ പറയാ, ഒരുപക്ഷെ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. അതൊരു നിങ്ങളുടെ ഒരു കർമ്മയായിരിക്കാം എന്ന് തോന്നുന്നു. കർമ്മഫലം എന്നൊക്കെ പറയാറില്ലേ, അപ്പൊ കർമ്മയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ആ നഷ്ടപ്പെട്ടതിനൊക്കെ ഒരു ജസ്റ്റിസ് ലഭിക്കാൻ, നീതി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വേദനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയെ കാണണം. ഫോർ ഓഫ് കപ്പ്, നിങ്ങളുടെ ലവ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മക്കളും ഒരുപക്ഷെ എല്ലാം, നിങ്ങൾക്ക് വീട്, സ്വത്ത്, പണം, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല പല രീതിയിൽ നഷ്ടപ്പെട്ടു. ഇപ്പൊ ചിലർക്ക് എന്താ പറയാ, നിങ്ങളുടെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ലവ് ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അങ്ങനെ ആരോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വ്യക്തികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു നഷ്ടബോധത്താൽ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ട ഒരുപക്ഷെ ഏതോ തേർഡ് പാർട്ടി അല്ലെങ്കിൽ വീട്ടുകാരായിരിക്കും, ആരെങ്കിലുമൊക്കെ മറ്റു വിവാഹം ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡിന് വേറെ വിവാഹം ആലോചിക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളെ മാറ്റി നിർത്തി വേറെ വിവാഹം നിങ്ങൾക്ക് ആലോചിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് നിങ്ങളുടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടാവും, നിങ്ങൾക്ക് വേറെ വിവാഹം ആലോചിക്കുന്നു. അങ്ങനെ പക്ഷേ അതൊരു സത്യസന്ധമായ ഒരു ലവ് ആയതുകൊണ്ട്, നിങ്ങൾ ആ വ്യക്തിക്ക് സത്യസന്ധമായ ലവ് ആണ് നിങ്ങളോട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആ ഒരു ബന്ധത്തിലേക്ക് അല്ലെ മറ്റൊരു ആലോചന വീട്ടുകാരാവാം ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ, അതിലേക്ക് പോകാതെ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളെ തന്നെ ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടത് ഓർത്ത് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ആ ഒരു ലവ്, നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ജസ്റ്റിസ് ലഭിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ധാരായാലും നിങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും, നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും. പക്ഷെ അതിനൊരു ടൈമുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങൾ അതിനായിട്ട് കുറച്ച് കാത്തിരിക്കേണ്ടതുണ്ട്. ആ ഒരു വീല് നിങ്ങളുടെ ആ ഒരു നല്ല സമയത്തിലേക്ക് ആ വീല് കറങ്ങി എത്തുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് എത്തും. ചിലർക്കത് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ചിലരുടെ എത്തിയിട്ടുണ്ട്, ചിലർക്ക് അതിന് കുറച്ചുകൂടെ ഒന്ന് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓരോരുത്തരുടെ ഓരോ സമയത്തിന്റെ അനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ആ വീല് കറങ്ങി വരുന്ന അനുസരിച്ച് നിങ്ങൾക്കൊരു ന്യൂ സ്റ്റാർട്ട് ഉണ്ട് കേട്ടോ. ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ വരും. നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ആ ഒരു നഷ്ടം, നിങ്ങൾ എന്താണോ നഷ്ടപ്പെട്ട അതിനെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് പലർക്കും ഉണ്ട്. വീല് പെട്ടെന്ന് തന്നെ ചിലരുടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ പെട്ടെന്ന് കറങ്ങി അത് ആ ഒരു നല്ല സമയം എത്തിയിരിക്കുകയാണ്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, ചിലർക്ക് എന്താ പറയുക, ഒരു ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എനർജി കാണുന്നുണ്ട്. നിങ്ങളൊരു
ക്യൂൻ അല്ല കിങ് ആവാനായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ലക്ക്, ഒരു ഭാഗ്യം നിങ്ങളുടെ ലൈഫിലേക്ക്. ഇതൊരു ഭാഗ്യത്തിന്റെ കാർഡും കൂടാണ്. ഇതൊരു പക്ഷെ ലോട്ടറി അടിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു സമയം ചിലർക്ക് വരുന്നതായിട്ട് കാണുന്നത്. അതാണ് ക്യൂൻ ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് പെന്റിക്കിൾസ് ഒക്കെ കാണുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങൾ സാമ്പത്തിക കാര്യത്തിലായാലും വളരെയധികം ഒരു ജസ്റ്റിസ് കിട്ടാതെ, അല്ലെങ്കിൽ ഒരുപാട് കടങ്ങളുണ്ട്, കടങ്ങൾ വീട്ടാനുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് ആളുകൾക്ക് കൊടുക്കാനുണ്ടാവാം, കടം മേടിച്ചത് ബാങ്കിൽ അടയ്ക്കാനുണ്ടാവാം, ചിലപ്പോൾ ഒരുപക്ഷെ മോളുടെ കല്യാണം, മാരേജ് വരുന്ന ഒരു രക്ഷയിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ മക്കളെ വിദേശത്ത് വിടാനായിട്ട് ഒരു രക്ഷയില്ല, പഠിപ്പിക്കാൻ വഴിയില്ല, അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടികളുടെ ഫ്യൂച്ചർ ഓർത്തിട്ട് വിഷമിച്ചിരിക്കുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നുണ്ട്. സഡൻ പ്രോഗ്രസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ് വരികയാണ്. പെട്ടെന്ന് എന്തോ ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഭാഗ്യത വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിദേശത്ത് പോവാൻ വേണ്ടിയിട്ടാവാം, മക്കളെ വിദേശത്ത് വിടാനായിട്ട് ഒരുപാട് നാളായിട്ട് ലോണിന് വേണ്ടി കാത്തിരിക്കുന്നവരാവാം, അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാവാം, മക്കളുടെ മാരേജിന് വേണ്ടിയിട്ടാവാം, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വിദേശത്ത് ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാവാം. അതിനൊക്കെ നിങ്ങൾ സാമ്പത്തികം ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ലോൺ പാസ്സാവുന്നതാവാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കാൻ വരെയുള്ള സാധ്യതയുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ഒക്കെ വന്നിട്ടിരിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കിങ് ഓഫ് നിങ്ങളൊരു ക്യൂനാകാൻ, ഒരു സാമ്പത്തികത്തിന്റെ ഒരു രാജ്ഞിയാവാനായിട്ട്, അതായത് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. സമ്പത്ത് നിങ്ങളേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാം. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ കാലം എന്താ പറയുക, നിങ്ങളുടെ ലൈഫിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങളുടെ വീടും പണം, നിങ്ങളിപ്പോ എല്ലാം ഉണ്ടായിരുന്ന ഒരു ക്യൂൻ ആയിരുന്നിരിക്കാം ഒരുപക്ഷെ. ആ എല്ലാം ഉണ്ടായിരുന്നത് നിങ്ങളെല്ലാം നഷ്ടപ്പെട്ട് സീറോയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും, അല്ലെ? ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഇവിടെ ഒരു ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. അത് എന്താണെന്ന്, ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഒരു ജസ്റ്റിസ് കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരു ഹൈ പ്രൈസ്റ്റസ് എനർജിയാണ് കാണുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാവാം, നല്ല രീതിയിൽ മെഡിറ്റേഷനും പ്രെയറും, എന്താ പറയുക, ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഏഞ്ചൽ സപ്പോർട്ട് ഇവിടെ കാണുന്നുണ്ട്, ഡിവൈൻ കണക്റ്റഡ് ആണ് ഏഞ്ചൽ. നിങ്ങൾ ഒരുപാട് നാളായിട്ട് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികളെ വിദേശത്ത് വിടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, സാമ്പത്തികമില്ലാതെ, എല്ലാം അല്ലെങ്കിൽ എങ്ങനെ വിടും എന്നൊക്കെ വിചാരിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചറൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, സിംഗിൾ പേരന്റ് ആവാം, ഏതെങ്കിലും എന്താ പറയാ, നിങ്ങൾ ഒരു സിംഗിൾ മദർ ആവാം, ഒരു സിംഗിൾ ഫാദർ ആവാം കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പണ്ട് നിങ്ങളൊരു ക്യൂനോ അല്ലെങ്കിൽ കിങ്ങോ ആയിരുന്നിരിക്കും. അത് നിങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, നിങ്ങളുടെ വീടും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട് സീറോയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാവാം. ഇപ്പോ ആ സീറോയിൽ നിന്ന് നിങ്ങളൊരു ഹീറോ ആകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ആ വീൽ കറങ്ങി ആ സീറോയിൽ നിന്ന് നിൽക്കുന്ന നിങ്ങളെ ഒരു ഹീറോ ആക്കാൻ പോകുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ഈ വീൽ നിങ്ങളുടെ ഭാഗ്യം, അതായത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ലോട്ടറി അടിക്കാം, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വലിയൊരു ബിസിനസ്സിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിലൂടെ, ഏതെങ്കിലും വഴിയിലൂടെ വലിയൊരു പ്രോഗ്രസ് ലഭിക്കാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈൻ ആയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ വരാറില്ലേ. നമ്മുടെ ഭാഗ്യം എപ്പോഴാ തെളിയാന്ന് പറയത്തില്ല. അപ്പം ഭാഗ്യത്തിന്റെ കാർഡാ വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥയിലൂടെ പോയി നിങ്ങളുടെ പ്രാർത്ഥനയുടെയും മെഡിറ്റേഷന്റെയും മാനിഫെസ്റ്റേഷന്റെയും ഒക്കെ ഫലമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ലൈഫിലേക്ക് ദൈവം തരികയാണ്, യൂണിവേഴ്സ് തരാൻ പോകണം. ഒരുപാട് നാളായിട്ട് നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവും. നിങ്ങൾ കരഞ്ഞിട്ട് ഒരുപാട് യൂണിവേഴ്സിനോട്, ആരോടും നിങ്ങൾക്ക് പറയാനില്ലായിരിക്കാം, ആരോടും പറയാനില്ല, നിങ്ങൾ യൂണിവേഴ്സിനോട്, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു ദൈവം, നിങ്ങളുടെ ചുറ്റിനും ഒരു ദൈവമുണ്ട്, ആരും ഇല്ലാത്തവർക്ക് ദൈവമുണ്ട്. നിങ്ങളുടെ ആ ദൈവത്തിനോട് നിങ്ങളെല്ലാം കരഞ്ഞിരിക്കുന്ന ആ ഒരു വർഷങ്ങളായിരുന്നിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കാണുന്നുണ്ട്. ഒരുപാട് അനുഭവിച്ച് കടന്നു പോയിരിക്കുന്ന ഒരു വ്യക്തി ആണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഒരു ഹൈ പ്രൈസ്റ്റസ് എനർജി ഇവിടെ കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു ടീച്ചർ ആവാം, മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ കഴിയുന്ന മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു ഇതാണ് കണ്ടത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ക്യൂൻ ആവാൻ പോവാണ്.
ഒരു ക്യൂൻ ഓഫ് പെനിക്കിൾസ് എനർജി. നിങ്ങളൊരു ലേഡി ആണെങ്കിൽ നിങ്ങളൊരു ക്യൂൻ ആവാൻ പോവാണ്. നിങ്ങളൊരു ജെൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങളൊരു കിങ് ആവാൻ പോവാണ്. ഒരുപക്ഷെ നിങ്ങളൊരു ക്യൂൻ ആവാൻ പോവാം. ഒരു ലേഡി ആണെങ്കിൽ ജെൻസ് ആണ്, ഒരു കിങ് ആവാൻ പോവാണ് എന്നാണ് എനിക്കിവിടെ കാണുന്നത്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരുപാട് നാളായിട്ട് കരഞ്ഞിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വിദേശ യാത്ര കാണുന്നുണ്ട് കേട്ടോ. വിദേശ യാത്ര, വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ദൈവമായിട്ടാണ് ഈ ജസ്റ്റിസ് നിങ്ങൾക്ക് തരുന്നത്. ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നതായിട്ട് കാണുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇനി നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. നഷ്ടപ്പെട്ടത് ഒരിക്കലും അതൊന്നും ഇപ്പൊ എന്താ പറയാ, ആ നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു. നിങ്ങൾ അതല്ല ഇനി ചിന്തിക്കേണ്ടത്. ആ നഷ്ടപ്പെട്ടതിനെയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തത്തില്ലേ, ആ നഷ്ടപ്പെട്ടത് പോട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ ആ വീട്, ആ കാറ്, അല്ലെങ്കിൽ ആ ഒരു സമ്പത്ത്, ആ സ്വർണം, അങ്ങനെയല്ല. നിങ്ങൾ ഇനി വാങ്ങാൻ പോകുന്നത് പുതിയതാണെല്ലാം. പുതിയ ചേഞ്ചസ്, ന്യൂ ചേഞ്ചസ്. നിങ്ങൾ പുതിയതായിട്ടെല്ലാം വാങ്ങുക. പുതിയ വീട്, പുതിയ കാർ. അത് ചെറിയ കാറൊന്നുമില്ല, വലിയ വില കൂടിയ കാറ്, വലിയ എന്താ പറയാ, പുതിയ സ്വർണം അല്ലെ. അങ്ങനെയെല്ലാം പുതിയ, ന്യൂ ആണ്. എല്ലാം പുതിയത്, ന്യൂ ചേഞ്ചസ്. അതാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത്. വിദേശ യാത്ര, നിങ്ങൾ വിദേശത്താണ് നിങ്ങൾ വീട് വാങ്ങാൻ പോകുന്നത്. അതാണ് നിങ്ങൾ വിദേശ യാത്രയൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പൊ ദൈവം നിങ്ങളെ കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് നിങ്ങൾ എന്താ പറയാ, ആ ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് നിങ്ങൾ ഇപ്പം ആദ്യത്തെ റീഡിങ്ങിൽ പറഞ്ഞ പോലെ അത്രത്തോളം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ലൈഫിൽ. വർഷങ്ങൾ കൊണ്ട്, ഒരുപാട് വർഷങ്ങൾ കൊണ്ട് അത്രത്തോളം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആരും സഹായിക്കാൻ ഇല്ലാതിരുന്നു. പക്ഷെ ആ സമയത്തേക്ക് നിങ്ങളെ ഈ പറയുന്ന ദൈവം മനുഷ്യരൂപത്തിൽ വന്ന് സഹായിച്ചിട്ടുണ്ട്. പല വ്യക്തികളുടെ, പല മനുഷ്യരുടെ രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വന്ന് പല സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ദൈവം തന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ വിളിച്ച് അത്രത്തോളം ദൈവത്തോടടുത്ത്, ദൈവത്തിനോട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്. ദൈവത്തിന്റെ പുത്രനോ പുത്രിയൊക്കെയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്യൂൻ ആക്കാൻ പോകുന്നത് നിങ്ങളുടെ ദൈവം. യൂണിവേഴ്സ് നിങ്ങളെ ഒരു ക്യൂൻ ആക്കാൻ പോകുന്നത്. ആരോടൊക്കെയുള്ള റീഡിംഗ് ആണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു സിറ്റുവേഷനുള്ളവരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ ഒരു സിറ്റുവേഷനോട് വരുന്ന ആളുകളും ഉണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ, അതായത് നിങ്ങൾക്ക് ലോട്ടറി, നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ ലോട്ടറി അടിച്ചൊരു ക്യൂൻ എനർജി, ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജി വരാൻ പോകുന്നവരുണ്ട്. എന്ന് വെച്ചിട്ട് അങ്ങനെ ഈ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് അല്ല. ഈ ഒരു സിറ്റുവേഷനിലേക്ക് തുടക്കം കുറിച്ചവരുണ്ട്. അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരാനുള്ള ആ വീല് കറങ്ങി, നിങ്ങളുടെ പോസിറ്റീവ്, നിങ്ങളുടെ ഭാഗത്തിലേക്ക് ആ വീല് കറങ്ങി തുടങ്ങിയിട്ടുണ്ട് പലർക്കും. അങ്ങനെയുള്ളവരുണ്ട്. ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നവരുണ്ട്. ചിലർക്ക് ജസ്റ്റിസ് ലഭിച്ചു, അല്ലെങ്കിൽ ലഭിക്കാൻ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു. അല്ലെങ്കിൽ എന്താ പറയാ, വീല് കറങ്ങി നിങ്ങളുടെ അടുത്തെത്തിക്കഴിഞ്ഞു, ഭാഗ്യം എത്തിക്കഴിഞ്ഞു. അതുപോലെ നിങ്ങൾക്കിത് നിങ്ങളുടെ ഭാഗത്തേക്ക് ആ ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. ഇനിയുള്ള നിങ്ങളുടെ കാലങ്ങൾ, നിങ്ങളുടെ മാസങ്ങൾ, വർഷങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇതെല്ലാം വന്നു തുടങ്ങിയാണ്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ട്. അതായത് നിങ്ങളുടെ സമയം ചേഞ്ച് ആയി കഴിഞ്ഞു, നല്ല സമയത്തിലേക്ക് വന്നു കഴിഞ്ഞു പലരുടെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നല്ല രീതിയിൽ മെഡിറ്റേഷനും ചെയ്യണം, പ്രാർത്ഥിക്കണം, മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് അത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യണം. അത് ലഭിക്കും, അത് എന്റെ ലൈഫിലേക്ക് വരുമെന്ന് ഉറച്ച് വിശ്വസിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ലഭിക്കത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ചിലർക്ക് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആയിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൂ ലവിനെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കാൻ പോകുന്നു. അപ്പൊ ഇവിടെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്, ജസ്റ്റിസ് കാർഡ് രണ്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്, അല്ലെ എന്താണോ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നത്, അതിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും. അതായത് നിങ്ങളുടെ സന്തോഷം തിരികെ ലഭിക്കാൻ പോകണം. ഇതുവരെ നിങ്ങളുടെ ലൈഫ് ദുഃഖകരമായിട്ടാണ്, എന്താ പറയുക, ലൈഫിൽ ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം വരികയാണ് കേട്ടോ, സക്സസ് വരികയാണ്. അതാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഫാമിലി ലൈഫ് കിട്ടാൻ പോകുന്നു, വീട് ലഭിക്കാൻ പോകുന്നു, കാറ് ലഭിക്കാൻ പോകുന്നു, എല്ലാം. എനിക്കിവിടെ പ്രത്യേകം പറയണ്ട, നിങ്ങൾക്ക് ട്രൂ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, ട്രൂ ലവ് വരുന്നു, എങ്ങനെയെല്ലാം വരുന്നുണ്ട്.
പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ നിങ്ങൾക്ക് ജോലി ഇല്ലാതിരിക്കുന്ന പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ജോലി ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫ് സെലിബ്രേഷനിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരവസ്ഥയിലേക്കാണ് എനിക്ക് കാണുന്നത്. ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ടോ? നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് പോസിറ്റീവായിട്ട് ചേഞ്ച് ആകാൻ പോകുന്നു. പിന്നെ നിങ്ങൾ പുതിയ വെഹിക്കിള്, അങ്ങനെയൊക്കെ എല്ലാം സംഭവിക്കാൻ പോകണം. സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഒക്കെ വരാൻ പോകും. ഇതൊരു ഫെമിനിൻ എനർജി ഉണ്ട് കേട്ടോ. അത് ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ഏതോ ഒരു ലേഡിയോട് ഇത് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു റീഡിങ് കേട്ടോ. ഏതെങ്കിലുമൊക്കെ ലേഡീസിനോട് കൂടി ആവാം. ഹൈ പ്രീസ്റ്റസ് എനർജിയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ലേഡീസിന്റെ ഒരു സമയം, ഒരുപാട് നാളായിട്ട് വിഷമിച്ച് തനിച്ചായിരിക്കുന്ന ഒരു വ്യക്തി, അതായത് ഒരു ഹസ്ബൻഡൊക്കെ ഉപേക്ഷിച്ച ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ നിൽക്കുന്ന കുടുംബഭാരമൊക്കെ തലയിലേറ്റിരിക്കുന്ന ഒരു ലേഡി, ഒരുപാട് നാളായിട്ട് കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ച ഒരു ലേഡി ആവാം, കുട്ടികളെ വളർത്താൻ കഷ്ടപ്പെടുന്നു. അങ്ങനെയൊക്കെ ഏതോ ഒരു ഫെമിനിൻ എനർജിയോട് ഞാനിത് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു ലേഡി വളരെയധികം ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ലേഡിയാണ്. അവര് എന്താ പറയാ, അത് ചിലര് ഡിവൈൻ അവരുടെ എല്ലാമായിട്ട് ഡിവൈൻ അതായത് ദൈവത്തെയാണ് കാണുന്നത്. അപ്പം മിക്കവരും കൂടുതൽ റീഡിങ് വരുമ്പോഴത്തേക്കിനും ഹസ്ബൻഡ് ഉപേക്ഷിച്ചോ മരിച്ചതോ ഒക്കെ ആകുമ്പോൾ അവർക്ക് മറ്റൊരു ബന്ധമുണ്ടാവും. ആ ഒരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ലേഡിയോടല്ല ഞാൻ പറയുന്നത്. അപ്പൊ അവർക്ക് ഹെൽപ്പിന് ആ ഒരു വ്യക്തിയുടെ ഹെൽപ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ആരും സഹായിക്കാനില്ലാതെ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ദൈവത്തോട് കൂടുതൽ കണക്റ്റഡായി ഒരു ഹൈ പ്രീസ്റ്റസ് എനർജി എന്ന് പറയുമ്പോൾ ഒരു ഹെർമിറ്റ് എനർജി. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സന്യാസിനി, ഒന്നുകിൽ ഒരു സന്യാസി ആവാം, സന്യാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ, സന്യാസിയെ പോലെ കഴിയുന്ന ഒരു വ്യക്തിയോടാവാം ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ ഒരു സന്യാസിനിയെ പോലെ കഴിയുന്ന ഒരു വ്യക്തിയോടാവാം ഞാൻ ഈ പറയുന്നത്. അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളോടും കൂടിയാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അല്ലാതെ അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. അങ്ങനെ ഒരു വ്യക്തികളോടുകൂടിയാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് നിങ്ങള് എന്താ പറയാ, ആ ഒരു എല്ലാവരും അങ്ങനെ കാണണമെന്നില്ല. നിങ്ങള് ഈ ഒരു റീഡിങ് കാണുന്നവരെല്ലാം മറ്റൊരു ബന്ധത്തിൽ പോയി അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് സൂപ്പറായിട്ട് ആ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ ലഭിക്കും. അത് ഒരു സഹായത്തിനായിട്ട് ഒരാൾ വന്നതുപോലെ ഒരു പക്ഷെ അങ്ങനെ ഒരു വ്യക്തി ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്കൊന്നുകൂടെ ഒരു എനർജി സഹായിക്കാൻ അല്ലെങ്കിൽ സങ്കടങ്ങൾ കേൾക്കാൻ ഒരു വ്യക്തി, ഒരു കൈത്താങ്ങനായിട്ട് ഒരു വ്യക്തി, അങ്ങനെയൊക്കെ ആരും ഇല്ലാത്ത, അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചതോ അല്ലെങ്കിൽ വിടായിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഡിവോഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ അതൊരു ആശ്വാസമായിരിക്കാം. അങ്ങനെ ഒരു ആശ്വാസത്തിലോട്ട് പോകുന്ന വ്യക്തികളുമുണ്ട്. അപ്പൊ അവർക്കും ഇത് എല്ലാവർക്കും റെസനേറ്റ് അല്ല, എല്ലാവർക്കും റെസനേറ്റ് ആവുന്നവരെടുക്കുക, അങ്ങനെയുള്ളവര് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക. പക്ഷെ ഇവിടെ എനിക്ക് ഹൈ പ്രീസ്റ്റസ് എനർജിയിലുള്ള ഒരു ഫെമിനിൻ എനർജിയാണ് എനിക്ക് കൂടുതൽ ഇവിടെ റെസനേറ്റ് ആകാൻ എനിക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ലേഡീസ് ഉണ്ട്. ആ ഒരു എനർജി ആരും ഇല്ലാത്ത ആ ഒരു സന്യാസിനി രീതിയിൽ നിൽക്കുന്ന ലേഡീസും ഉണ്ട്, ജെന്റ്സും ഉണ്ട്. ഒരുപാട് പേര് റീഡിങ്ങിന് എനിക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആർക്കെങ്കിലുമൊക്കെ ഉള്ള ഒരു റീഡിങ്ങും കൂടെ ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ആരുടെയൊക്കെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോ നിങ്ങളുടെ റീഡിങ്ങിന് ഒരുപാട് പേര് അങ്ങനെ എനിക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ലേഡീസ് ഉണ്ട്, ഒരുപാട് സങ്കടങ്ങളുമായിട്ട് ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു സങ്കടം പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഹൈ പൊസിഷനിലൊക്കെ പോയിരിക്കുന്ന, ജോലിയൊക്കെ ആയിട്ട് ജോലി ഇല്ലാതിരിക്കുന്നവരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഹൈ ലെവലിൽ ജീവിച്ചിട്ടൊന്നും ഇല്ലാത്തൊരവസ്ഥയിലെത്തിയ ലേഡീസും ജെന്റ്സും ഒക്കെ വന്നിട്ടുണ്ട്. തനിച്ചായ ആ ഒരു സന്യാസി അല്ലെ സന്യാസിനിയും രീതിയിൽ വരുന്നവരെ ഞാൻ ഒരുപാട് റീഡിങ് എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആർക്കെങ്കിലുമൊക്കെ റെസനേറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ ഒരു എനർജി ഒരുപാട് നാളായിട്ട് കരയും പ്രാർത്ഥനകളും മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും തനിച്ചായ ഒരു അവസ്ഥയിലൂടെ പോയ ആർക്കെങ്കിലുമൊക്കെ റെസനേറ്റ് ആണെന്ന് എനിക്കിത് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക. എന്തായാലും ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയില്ലെങ്കിൽ പോലും നിങ്ങൾ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് തന്നെ വിചാരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഇത് എന്റെ റീഡിംഗ് ആണ്, എന്റെ ടൈം ചേഞ്ച് ആകാൻ പോകണം, എന്റെ ടൈം ഇതിലേക്ക് വരാൻ ഇതുപോലെ ആവാൻ പോവാണ്, ഞാനാണ് ആ ക്യൂൻ ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാനാണ് ആ കിങ്, ഈ ജസ്റ്റിസ് എനിക്ക് ലഭിക്കാൻ പോകണം, എനിക്കാണ് ആ ജസ്റ്റിസ് ലഭിക്കാൻ പോണത്, എനിക്കാണ് എന്റെ സമയമാണ്, ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്റെ കാലിലൂടെ എന്റെ സമയമാണ് ചേഞ്ച് ആകാൻ പോണത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക.
ഉറച്ച് വിശ്വസിച്ച്. ചിലര് ഒരുപക്ഷെ വിദേശത്തുള്ളവരായിരിക്കാം. വിദേശത്ത് ഉള്ളവർ അവിടെ ഹൈ ലെവലിൽ ജീവിച്ചിട്ട് ജോലി നഷ്ടപ്പെട്ട് വളരെ അസ്വസ്ഥരായിട്ട് ജോലിയില്ലാതെ അല്ലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒരുപക്ഷെ അങ്ങനെ വിദേശത്തുള്ള ഉള്ളവരോടാവാം, ലേഡീസ് ആൻഡ് ജെന്റ്സ് അങ്ങനെയുണ്ട്, അവരോടാവാം ഒരുപക്ഷെ റീഡിങ് കേട്ടോ. അപ്പം അവർക്കാകുമ്പോൾ ഒന്നും കൂടെ റെസനേറ്റ് ആവും. ഒരു വിദേശത്ത് ആകുമ്പോൾ അവിടെ ഒരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ഈ ഒരു എനർജിയിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അങ്ങനെ അവരോടാവാം, ഇവിടെയുള്ളവരോടാവാം. അപ്പൊ ആർക്കാണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ ഇട്ടേക്കുക കേട്ടോ. ഇതിന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന എന്റെ റീഡിംഗ് ആണ്, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ റീഡിംഗ് ആയി വരും. ഇവിടെ വാട്ടർ എനർജി കപ്പുണ്ട്, കപ്പ് എനർജി, വാട്ടർ എനർജി ഉണ്ട്, എർത്ത് ഉണ്ട്, എയർ ഉണ്ട്. ഇവിടെ ഇപ്പൊ പറയാനാണെങ്കിൽ വീനസ് ലിബ്ര വരുന്നുണ്ട്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് വരുന്നുണ്ട്, സാറ്റൻ. അപ്പൊ ഈ ഒരു എനർജിക്ക് നിങ്ങൾക്ക് റെസനേറ്റ് ആണെന്ന് നോക്കുക. ഈ ഒരു എനർജിയിലൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അല്ലാതെ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് റെസനേറ്റ് ആവുന്നുണ്ടോ ഈ റീഡിങ് റെസനേറ്റ് ആവുന്നത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ ഇതിന്റെ നാളുകാരെ മാത്രമല്ല, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് നോക്കുക. ഇത് ഒരു എനർജി വെച്ചിട്ടുള്ള റീഡിംഗ് ആണല്ലോ. അപ്പം ആർക്കൊക്കെയാണ് റെസനേറ്റ് ആവുന്നത് വെച്ചാൽ അത് നോക്കാം കേട്ടോ. അപ്പോ ഇതാണ് ഈ റീഡിങ്. അപ്പൊ ഒന്നാമത്തെ പയലും രണ്ടാമത്തെ പയലും നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.